ഹലോ, എല്ലാവർക്കും ശാന്തിസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വൈകിട്ട് ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം ഒരു കപ്പ പുഴുക്കാണ്. അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർക്ക് എങ്ങനെ പുഴുങ്ങണം, എത്ര നേരം വേണം, അറിവില്ലാത്തവരുടെ അറിവിലേക്കായിട്ട് അതൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന കപ്പ തൊലി കളഞ്ഞ് കപ്പ എടുത്തിട്ടുണ്ട്. സാധാരണയായിട്ട് ഈ കപ്പ ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കീറിയിടാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് കീറിയിടുന്നില്ല. അതിന് പകരമായിട്ട് ഇതൊരു സ്വല്പം വലിയ പീസായിട്ട് തന്നെ ഇങ്ങനെ കൊത്തിയെടുക്കുകയാണ്. ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ആ നാര് ഈ കപ്പയിൽ വരാതെ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മുറിച്ച കഷ്ണത്തിനെക്കാട്ടിൽ ഒരു സ്വല്പം വലുതാണ്. അതേ സമയം നമുക്ക് ഇച്ചിരി കൂടെ നീളത്തിൽ ഇതിങ്ങനെ വെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിപ്പത്തിൽ തന്നെ കിട്ടും. ഞാനിപ്പം ഈ ഒരു വലിപ്പത്തിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊത്തിയെടുത്ത കപ്പ ഇത് നമ്മൾ നല്ലവണ്ണം കഴുകിയെടുത്തിരിക്കുകയാണ്. 2-3 പ്രാവശ്യമായിട്ട് നല്ലവണ്ണം കഴുകിയെടുത്തു. ഇത് ഇനിയും വെള്ളം അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞിട്ട് അത് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പതുക്കെ ഈ വെള്ളത്തിലോട്ട് ഇടുകയാണ്. ഇത് നമ്മുടെ പറമ്പിലെ തന്നെ കപ്പയാണ്. ഒരു മൂട് കപ്പ നമ്മൾ പറിക്കുമ്പോൾ ആ കമ്പ് ഒടിച്ചിട്ട് ആ കുഴിയിലേക്ക് തന്നെ ചുമ്മാതെ കുത്തിവെക്കും. അതുകൊണ്ട് വർഷത്തിലെ എല്ലാ ദിവസവും ഇങ്ങനെ 2-3 തണ്ടുകളായിട്ട് ഇങ്ങനെ കുഴിച്ച് വെക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള കപ്പ നമുക്ക് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മഴയൊക്കെ അല്ലായിരുന്നോ, അപ്പോൾ വെള്ളമൊക്കെ ആയി നിന്നതുകൊണ്ട് ഞാനിപ്പം ഒരു മൂട് കപ്പ പറിച്ചുകൊണ്ട് വന്നതാണ്. ഇതിപ്പം നമ്മൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളത്തിനകത്ത് കപ്പ കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഇനി ഇതൊരു 10-15 മിനിറ്റ് സമയമെടുക്കും അത് വേകട്ടെ. അതിനുള്ളിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കപ്പ അപ്പോൾ വേകട്ടെ. നമ്മുടെ കപ്പയ്ക്ക് കൂട്ടുവാനായിട്ട് ഒരു ഉള്ളി സവാള ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഒരു 1/2 സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയുണ്ട്. സ്വല്പം ഉപ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരല്പം വിനാഗിരി, ഒരു 1/2 സ്പൂൺ വിനാഗിരി. നമ്മളത് കൈക്കണക്കായത് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കാണിക്കുകയാണ്. ഞാൻ സ്പൂണിലൊന്നും എടുക്കുന്നില്ല. അല്പം വിനാഗിരി. അപ്പോൾ വെളിച്ചെണ്ണയുണ്ട്, മുളക് പൊടിയുണ്ട്, ഇച്ചിരി ഉപ്പുണ്ട്, അല്പം വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നല്ലവണ്ണം കൈകൊണ്ട് ഞെരടുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സാധനം കപ്പയ്ക്ക് കൂട്ടുവാനായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു മുളക് ചമ്മന്തിയാണ്. ഇത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ചമ്മന്തി ഇവിടെ കാണിക്കും. ഇതെൻ്റെ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്ന ഭാഗമാണ്. നല്ല പ്രകൃതി ഭംഗിയാണ് കാണുവാനായിട്ട്.
ഇനിയും നമുക്ക് അടുത്ത ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് അല്പം വെള്ള കാന്താരി, അത് നമുക്കിവിടെ ഉണ്ട്. അല്പം വെള്ള കാന്താരി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വെളുത്തുള്ളി അല്ലി ഒരു 3-4 എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ചുമന്നുള്ളിയും. ഇത് നമ്മൾ ഇടിയുരുളിയിലിട്ട് നല്ലവണ്ണം ചതച്ചെടുത്തതിന് ശേഷം ഈ ചതച്ചെടുത്ത ഉള്ളി, മുളക്, വെളുത്തുള്ളി എന്നിവ ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലവണ്ണം ഇളക്കുക. നമ്മൾ സാധാരണ എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു സ്വല്പം വെള്ളം കൂടെ ആഡ് ചെയ്യുക. ഒത്തിരി വെള്ളം ആക്കുകയല്ല, എന്നാൽ ഒരു സ്വല്പം വെള്ളം കൂടെ ആക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നത് മുളകും ചുവന്ന ഉള്ളിയും മാത്രം വെച്ച് നമുക്ക് എടുക്കാം. അല്ല, വെളുത്തുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിന് എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വല്ലതും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെളുത്തുള്ളി നല്ലൊരു മരുന്നായതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇതിനകത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ കപ്പയ്ക്ക് കൂട്ടാൻ പറ്റിയ 2 നല്ല കിടിലൻ ഐറ്റംസാണ്. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾ കഴിച്ചു നോക്കണം. നമ്മുടെ കപ്പ അടുപ്പിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് തവി വെച്ചൊന്ന് ഇളക്കിയിട്ടുണ്ട്. കപ്പ വെന്ത് തുടങ്ങി, നല്ലവണ്ണം വെന്ത് തുടങ്ങി. ഇനി ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുകയാണ്. ഇച്ചിരി കൂടുതൽ ഉപ്പ് ചേർക്കുകയാണ്. സാധാരണ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഉപ്പ് വിതറി ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം എളുപ്പത്തിന് വേണ്ടി ഈ വെള്ളത്തിലേക്ക് തന്നെ ഇച്ചിരി ഉപ്പിട്ടു. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ കപ്പയിൽ ഒരുപാട് ഉപ്പൊന്നും കാണത്തില്ല. ഇനി കപ്പ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം വെന്ത് കഴിഞ്ഞു. നമുക്കിത് എടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്വല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പ നല്ലവണ്ണം വെന്തു. സാധാരണ ഇത് നമ്മൾ അരിയൊക്കെ ഊറ്റുന്നത് വെള്ളം ഇങ്ങനെ ചരിച്ച് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോരുപാത്രത്തിനകത്ത് കിടുത്തപ്പാത്രത്തിനകത്ത് കോരിയെടുക്കാം. ഇപ്പം ഞാനൊരു ഈ ഒരു തവി കൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്കും ചമ്മന്തിയും റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഈ തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന് വേരുകളൊന്നും കാണത്തില്ല. ഇങ്ങനെ തന്നെ അരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ കപ്പ വേവിക്കാനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, തേങ്ങ ഒക്കെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.